രാവിലെ തന്നെ വെറുതെ ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് കൂട്ടുകാരൻ പ്രവിയുടെ ഫോൺ വിളി. എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ആയിക്കോട്ടെ എന്ന് ഞാനും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു ചായയും ചെറുകടിയും കഴിച്ച് യാത്ര തിരിച്ചു. പോയാലിമലയിലേക്കായിരുന്നു യാത്ര. ഫേസ്ബുക്കിൽ നിന്ന് എവിടെന്നോ ചെകഞ്ഞെടുത്ത് കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. പോയാലിമല ജംഗ്ഷനിൽ കണ്ട ഒരു പറമ്പിൽ വണ്ടി കയറ്റിയിട്ടിട്ട് ഞങ്ങൾ പോയാലിമല വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടന്നു. റോഡിനരികെ ഒരു ചെറിയ പറമ്പിലേക്ക് കയറി പോകുന്ന പോലെയാണ് വഴി. ഇവിടെ വരുന്നവർ സേ നോ ടു ഡ്രഗ്സ് എന്ന് എഴുതിയേക്കണ ഈ ചുവന്ന ബോർഡ് കണ്ട അതുവഴി വെച്ച് പിടിച്ചു. കാരണം വേറെ പടവുകളോ വഴികളോ ഒന്നും തന്നെ ഈ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് വെച്ചിട്ടില്ല. മറ്റെല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളെയും പോലെയും പ്ലാസ്റ്റിക് നിരോധിത മേഖല തന്നെയാണ് ഇതും. എന്നാൽ പോലും പ്ലാസ്റ്റിക് തന്നെയാണ് നമ്മളെ ആദ്യം ഇവിടെ വരവേക്കുന്നത്. യാതൊരുവിധ കൈവരികളോ സുരക്ഷാ വേലികളോ ഒന്നും തന്നെ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളും മറ്റുമായി കയറി വരുന്നത് ശ്രദ്ധിക്കുക. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഉള്ള പോലെ തന്നെ കാമുകന്മാരുടെ ശിലാലിഖിതങ്ങൾ ഇവിടെയുമുണ്ട്. കുറച്ചധികം പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശം. അവിടെ നിന്നുള്ള കാഴ്ചകൾ മനോഹരമായിരുന്നുവെങ്കിലും ഉച്ചയിലടിക്കുന്ന വെയിൽ അത്ര സുഖകരമായി തോന്നിയില്ല. ഏകദേശം ഒരു 11 മണി സമയത്താണ് ഞങ്ങൾ ഈ മലമണ്ടയിൽ കയറി നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ വെളുപ്പിനെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ വരാൻ ശ്രമിക്കുക. അതുപോലെ മഴയുള്ള സമയത്തും ഇതിൻ്റെ മുകളിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കാല് തെറ്റിയാൽ നേരെ താഴെ പോകാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. പ്രവിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങാനായി തുടങ്ങിയപ്പോഴാണ് വേറൊരു വഴി കണ്ടത്. എന്നാൽ അതുവഴി ഒന്ന് പോയി നോക്കാമെന്നായി. ആ വഴിയെ പോയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നുള്ളത്. ദുർഘടമായ ആ കാട്ടുപാതയിലൂടെ ഒരു കാട്ടുവാസിയുടെ മെയ്വഴക്കത്തോടുകൂടി പ്രവി ചാടിക്കയറി പോവുകയാണ്. കൂടെ പട്ടിയെപ്പോലെ അണച്ചുകൊണ്ട് ഞാനും. 10 മിനിറ്റോളം നടന്നതിന് ശേഷം ഞങ്ങൾ യഥാർത്ഥ പോയാലിമല വ്യൂ പോയിന്റിലെത്തി. ഈ കാണുന്ന വാട്ടർ ടാങ്കിനടുത്തുള്ളതാണ് യഥാർത്ഥ പോയാലിമല വ്യൂ പോയിന്റ്. അല്പനേരം ഇവിടെ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയെ പ്രവിയെ കാണാനില്ല. നോക്കുമ്പോൾ ആശാൻ വാട്ടർ ടാങ്കിൻ്റെ പുറകിലുള്ള ഒരു ചെറിയ തണലത്ത് പോയിരിക്കുകയാണ്. കുറ്റം പറയാനാവില്ല, അതിൻ്റെ മുകളിൽ തണലെന്ന് പറഞ്ഞ സാധനമില്ല. ഒരൽപ്പം കാറ്റ് വീശിയിരുന്നെങ്കിലും നന്നായിരുന്നേനെ. എന്നാൽ കാറ്റും പണിമുടക്കിലായിരുന്നു എന്ന് തോന്നുന്നു. ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളുള്ളതിനാൽ ആരും അറിയാതെ കിടക്കുന്ന ഇതുപോലത്തെ ചില സ്ഥലങ്ങൾ ബാക്കിയുള്ളവർക്ക് അറിയാനാകുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. കുറച്ചധികം വീഡിയോസും ഫോട്ടോസും എല്ലാം അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇസ്ലാം മതവിശ്വാസവുമായി പോയാലിമലയ്ക്ക് എന്തോ ബന്ധമുണ്ട്. എന്നാൽ അതെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയുകയില്ല. അതെന്താണെന്നറിയുന്നവർ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർക്ക് കൂടി അത് അറിയാൻ സാധിക്കുമായിരുന്നു. താഴെ ഇറങ്ങിയ ഉടനെ തൊട്ടടുത്തുള്ള ഒരു ഇത്തയുടെ കടയിൽ നിന്നും ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കുടിച്ചു. ഓ സ്വർഗം! ഇന്നത്തെ ദിവസം തീരാൻ ഇനിയും സമയമുള്ളതിനാൽ പാണിയേലിപ്പോര് വരെ ഒന്ന് പോയേക്കാമെന്നായി ഞാൻ. എന്നാൽ ഒട്ടും വൈകണ്ട എന്ന് പ്രവീൺ. പാണിയേലിപ്പോരിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തണേ.